എഡ്യൂക്കേറ്റിക്ക് പകരം TCS വരുമോ? SSCയുടെ പുതിയ നോട്ടീസിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താണ്? SSC പരീക്ഷകളുടെ ഭാവി ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും? ഹലോ ആൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. SSCയുടെ ഈ പുതിയൊരു നോട്ടീസിന്റെ പിന്നിൽ എഡ്യൂക്കേറ്റീവിനെ മാറ്റിയിട്ട് TCSO അല്ലെങ്കിൽ മറ്റൊരു വെൻഡറോ ആണോ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യവും, മാത്രമല്ല പുതിയ ടെക്നോളജീസ് എന്തെങ്കിലും SSC നോക്കുകയാണോ എന്നുള്ള കാര്യം എല്ലാം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോണ്ടന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സർ, എന്തായിരിക്കും SSCയുടെ ഈ ഒരു ഉദ്ദേശം എന്നൊന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നോട്ടീസിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പുതിയ വെൻഡറെ കണ്ടെത്താനുള്ള ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു പുതിയ ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസോ ഒന്നുമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. SSC ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് ഫോർ ഇൻഫർമേഷൻ ആണ്. അതായത് നിലവിലെ എല്ലാ ടെക്നോളജിക്കൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കമ്പനീസിനോടും നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും രീതിയിൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉണ്ടോ? ഉദാഹരണത്തിന് നമ്മുടെ ബയോമെട്രിക്സ് കുറച്ചും കൂടി സെക്യൂരിറ്റി കൂട്ടാൻ, അതല്ലെങ്കിൽ എക്സാം സെന്ററിൽ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലീക്ക് ആവുന്നുണ്ട്. സെർവർ റൂമിൻ്റെ, അതായത് എക്സാമിൻ്റെ തന്നെ സെന്ററിൻ്റെ അകത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ കുഴിച്ചിട്ട് അവിടെ സെർവർ റൂം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഹാക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എക്സാമിനേഷൻ ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നതിൽ ഒരുപാട് ഗ്ലിച്ചസ് വരുന്നുണ്ട്, ടെക്നോളജിക്കൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്, എക്സാംസ് നിരന്തരം റീഷെഡ്യൂൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ പുതിയ ടെക്നോളജിക്കൽ പരമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ എന്ന് മറ്റ് കമ്പനീസിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ചോദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ നമുക്ക് പറയാൻ പറ്റുന്ന പറഞ്ഞാൽ ഡയറക്ട്ലി ഒരു വെൻഡറെ മാറ്റാനുള്ള ഒരു ഉദ്ദേശമൊന്നും നിലവിലെ സാഹചര്യത്തിൽ SSCക്ക് ഇല്ല. അതായത് TCS വരുമെന്നോ അങ്ങനെ ഒരു ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ SSCക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോയി കഴിഞ്ഞാൽ എക്സാമിനേഷൻസ് ഒന്നും കൃത്യമായിട്ട് നടന്നു പോകാനായിട്ട് പോകുന്നില്ല. ഇപ്പം നമുക്ക് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ പോലും നമ്മുടെ GD കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടക്കേണ്ട ഒരു സമയമായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ SSCക്ക് മനസ്സിലായി ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ അധികകാലം പോവില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ വെൻഡറെ മാറ്റണം, അതല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊണ്ടുവരണം. എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്നോണം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാം. നമുക്ക് ബയോമെട്രിക്, സെക്യൂരിറ്റി ചെക്കിങ്, അതുപോലെ തന്നെ എക്സാമിനേഷൻസ് മാർക്ക് ചെയ്യുക, ക്വസ്റ്റിൻ്റെ ഒരു സോഫ്റ്റ്വെയർ രീതികൾ, അങ്ങനെ ആകെ മൊത്തം ഈ ഒരു എക്സാമിനേഷൻ്റെ ഒരു പാറ്റേണിൽ പുതിയ ടെക്നോളജി വെച്ച് എന്തെങ്കിലും എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സെർച്ചിങ്ങിലോട്ട് SSC പോയി കഴിഞ്ഞു. നമുക്ക് ഭാവിയിൽ എന്താണ് വരാനിരിക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോട്ടീസിനകത്ത് ഈ 2 വന്നേക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം. അതായത് 2 കൊടുത്തേക്കുന്നത് ടെക്നോളജി പ്രൊവൈഡേഴ്സ് ഉണ്ട്, സിസ്റ്റം ഇൻ്റഗ്രേറ്റേഴ്സ് ഉണ്ട്, OEMs ഉണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ, ഈവൻ സ്റ്റാർട്ടപ്സിന് വരെ അവർ ആ ഒരു 2-ൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് വെൻഡർ മാറുന്നോ പുതിയ ആൾക്കാർ വരുന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സാംസ് എഴുതണം. നമ്മുടെ SSCയുടെ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരുന്നു, എല്ലാ വർഷവും എക്സാം നടക്കുന്നു, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നു. ആ ഒരു ജോബ് പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഇത് കേരള PSCനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിരുന്നു SSC എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ വെൻഡേഴ്സിനെ മാത്രമല്ല ഈ ഒരു ടെക്നോളജീസ് ഒക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് എക്സാമിനെ ബാധിക്കുമോ, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ, എനിക്ക് ജോലി കിട്ടാനുള്ള ഡിലേ എത്രത്തോളമാണ് എന്നുള്ള ഒരു കൺസേൺ ആയിരിക്കും എല്ലാ കുട്ടികളുടെയും എന്നുള്ളത്. അപ്പോൾ അത് ആ ഒരു കാര്യം എന്തായാലും SSC വിലയിൽ ഇരുത്തി അതൊന്ന് നോക്കി എക്സാമിന്റെ ഡിലേ ഒന്ന് മാറ്റണം എന്നുള്ളതായിരിക്കും ഏതൊരു കുട്ടിയുടെയും ആവശ്യം എന്ന് പറയുന്നത്. ശരിയല്ലേ ആ ഒരു പോയിന്റ്? അപ്പൊ നമുക്ക് നിലവിലെ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒന്നാമത്തെ ആശങ്കയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. അതായത് എക്സാംസ് ചേഞ്ച് ആവുമോ ഇല്ലയോ. ഇപ്പോൾ GD കോൺസ്റ്റബിളിന്റെ പരീക്ഷ നടത്താനിരുന്ന ഡേറ്റ് ഒരിക്കലും നമുക്ക് നടത്താൻ സാധിച്ചില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്യപ്പെടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ കലണ്ടറിലെ മറ്റു പരീക്ഷകളും പോസ്റ്റ്പോൺ ചെയ്യപ്പെടും. കഴിഞ്ഞ വർഷം എന്താണോ നമ്മൾ കണ്ടത്, അതായത് ഓരോ എക്സാം ഡേറ്റുകളും മാറ്റി ലാസ്റ്റ് നടത്തേണ്ട സമയത്തൊന്നും എക്സാമുകൾ നടത്താൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. അതേ പാറ്റേൺ തന്നെ ഈ വർഷവും ആവർത്തിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ വെൻഡർ മാറി പുതിയ എക്സാമിനേഷന്റെ പാറ്റേൺ വരും അങ്ങനത്തെ കാര്യങ്ങളിലെ ഒന്നും നമുക്ക് നിലവിൽ ആസ് ഓഫ് നൗ ഒരു ഷുവർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നോർത്ത് ഇന്ത്യയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു എക്സാമിനേഷന്റെ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു 10 ലക്ഷം രൂപയാണ് ഈ ഒരു എന്താ പറയുക നമ്മളുടെ ആ എക്സാം സെന്ററിന് തൊട്ട് താഴെ ഈ ഒരു സെർവർ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹാക്ക് ചെയ്ത് ഒരു എക്സാം മറ്റൊരാൾ എക്സാമിനേഷൻ എഴുതിക്കൊണ്ട് തന്നെ നമുക്ക് ജോലി ഉറപ്പ് നൽകുന്ന ഈ ഒരു സിസ്റ്റം 10 ലക്ഷം രൂപയ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ ചീപ്പ് റേറ്റിനും ഇതേ സെയിം സിസ്റ്റം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പല സ്ക്രീൻഷോട്ടുകളും നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് MTS പരീക്ഷയുടെ ചോദ്യ പേപ്പർ
കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യം. ഇതിന്റെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരിക്കലും ഈ ഒരു കൺഫർമേഷൻ ഇതൊക്കെ ഒതന്റിക് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു റാക്കറ്റിനെ പിടിച്ചു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓൺലൈൻ പരീക്ഷകളുടെ ആകെ മൊത്തം ഒരു സുതാര്യതയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം പുതിയ ടെക്നോളജിയിലേക്ക് കടക്കാനായിട്ട് SSC തീരുമാനിച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം പോരാ. ഇവരുടെ ഈ കെടുകാര്യസ്ഥത, അതായത് കൃത്യമായിട്ട് എക്സാമിനേഷൻ നടത്താത്തതിന്റെയും കലണ്ടർ ലാഗ് ചെയ്യുന്നതിന്റെയും അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. പക്ഷെ നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ്, സമയമാണ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. ഇപ്പൊ നമുക്ക് ഈ ഒരു വർഷം എക്സാം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വർഷമാണ് വീണ്ടും പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ പണി കൃത്യമായിട്ട് ചെയ്യാം. നമ്മൾ എക്സാമിനേഷന് പഠിക്കുക. എന്നാണോ ഇവർ ഇനി എക്സാമിനേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേറ്റിൽ പോയി കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുക. ഇവർ എക്സാമിനേഷൻ നടത്തുകയോ കുറച്ചും കൂടി ലാഗ് ആക്കി എന്ത് വേണേലും ചെയ്തോട്ടെ, നമുക്ക് ഇതിനെതിരെ ഡെഫിനറ്റ്ലി പ്രൊട്ടസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടേതായ രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു റിസൾട്ട്, അതായത് ഈ ഒരു വെണ്ടർ മാറി പുതിയൊരു വെണ്ടർ വരുമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങളെ പോലെ തന്നെ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ഈ വെണ്ടറൊക്കെ മാറി ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷമേ എക്സാമിനേഷൻ അറ്റംപ്റ്റ് കൊടുക്കുന്നുള്ളൂ എന്ന വാശിയൊന്നും ആരും കാണിക്കരുത്. ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സ് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ പണി നിർത്തി, ഇത് ശരിയാവില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ SSCയിലുള്ള വിശ്വാസം തന്നെ പോയി ഈ ഒരു സ്കാം ഒക്കെ നടക്കുന്നതിനോട് കൂടി. ലൈക്ക് ഒരുപാട് പേര് ഇനി ഞാൻ എഴുതുന്നില്ല എന്നുള്ള കമന്റ് ഒക്കെ പല വീഡിയോസിന്റെ താഴെ, നമുക്ക് സൂപ്പർ നോട്ട്സിന്റെ വീഡിയോസിന്റെ താഴെയൊക്കെ നമ്മൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആ ഒരു വിശ്വാസം കളയേണ്ട. നമ്മൾ ആ ഒരു എക്സാം എഴുതണം, എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു വാശിയോട് കൂടി തന്നെ നിങ്ങൾ നേരിടണം, പഠിക്കണം എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ തിരിച്ചും കുട്ടികളോട് പറയുന്നത്. അതെ. ആൻഡ് ഈ ഒരു പുതിയൊരു ഇന്നോവേഷൻ അതെന്തായാലും SSC ചെയ്യുന്ന സമയത്ത് ഒരു പുതിയ കണ്ടക്ട് ചെയ്യാനുള്ള പുതിയ വഴികളാവട്ടെ, അല്ലെങ്കിൽ ഒരു ടോപ്പ് സെക്യൂരിറ്റി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതി ആവട്ടെ, എന്നാലേ ആൾക്കാർക്ക് ഒരു ജെനുവിനിറ്റി തിരിച്ചു വരുള്ളൂ ഇവിടെ SSCയിൽ. ആ ഒരു വിശ്വാസം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലുള്ള കുട്ടികളൊക്കെ എഴുതുന്നത് കുറഞ്ഞു വരിക SSC എക്സാംസ്. കാര്യം ഈ ഒരു ലാഗ് കാരണം. കാര്യം ആ മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആ ഒരു വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ട്. അത് തിരിച്ചെന്തായാലും കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനകത്ത്. ഡെഫിനറ്റ്ലി ആ ഒരു വിശ്വാസ്യത നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ വിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രതിഷേധമായിട്ട് കുറച്ച് പേര് എക്സാം അറ്റൻഡ് ചെയ്യാതിരുന്നുകൊണ്ടൊന്നും ഇതൊരു പ്രതിഷേധമായിട്ട് അവർ കൂട്ടില്ല. ആരൊക്കെ എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ആ ലിസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത് ജോലിയും പ്രൊവൈഡ് ചെയ്യും. അതല്ലാതെ നമ്മളിൽ ഒരു കുറേ പേര് എക്സാം എഴുതാണ്ടിരുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ നമ്മളുടെ പണി കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു SSC പരീക്ഷകൾക്ക് കുറച്ച് പാറ്റേണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേറ്റീവ് വന്നപ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഇംഗ്ലീഷ് വല്ലാതെ ടൈറ്റ് ആക്കി. എന്നിട്ട് ഇപ്പോൾ മാത്സും റീസണിങ് വളരെ എന്താ പറയുക കുറച്ചും കൂടി നിലവാരം കുറച്ച രീതിയിലോട്ട് മാറ്റി. ഇംഗ്ലീഷ് കുറച്ചുകൂടി ഭയങ്കര ടൈറ്റ് ആക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ രീതിയിലുള്ള പല മാറ്റങ്ങൾ നമുക്ക് ഇനി എഡ്യൂക്കേറ്റഡ് പാറ്റേണിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് നമ്മൾ പഠിക്കാന്നുള്ളതേ വരുള്ളൂ. അതല്ലാതെ ഇനി TCS തിരിച്ചു വരുന്ന ഒരു ദിവസം ഞാൻ പണ്ട് പഠിച്ചിരുന്ന SSC പാറ്റേണിലോട്ട് തിരിച്ചു പോയിട്ട് എക്സാം എഴുതിക്കോളാം എന്നൊന്നും ആരും വിചാരിക്കരുത്. നമുക്ക് പുതിയ മാറ്റങ്ങൾ അറിഞ്ഞ് തന്നെ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ ഈ ഒരു പുതിയ പാറ്റേണിൽ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, ഏത് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, എന്തൊക്കെ രീതിയിലാണ് മെറ്റീരിയൽസ് റെഫർ ചെയ്ത് പഠിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റിനെയും നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്ത് പഠിക്കണം തുടങ്ങിയ വിശദമായിട്ടുള്ള ഒരു മെന്റർഷിപ്പും ഗൈഡൻസും കൂടാതെ നമ്മളുടെ SSCയുടെ CGL പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്തിട്ടുള്ള ടോപ്പേഴ്സ് ആയിട്ടുള്ള ഇന്ററാക്ഷനും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ നോട്ട്സിന്റെ ഒരു SSC വർക്ക്ഷോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ വർക്ക്ഷോപ്പാണ്. മാർച്ച് 1-ാം തീയതി ആയിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോമും അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെയും ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കോൾ വരും, കൺഫർമേഷൻ കോൾ ആയിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിലേക്ക് വേണ്ട സീറ്റും കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ SSCയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓഫ്ലൈൻ നമ്മളൊരു സെഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നേരിട്ട് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം എന്നുള്ളത്. എനിക്ക് തോന്നിയുള്ള ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിന് നമ്മൾ വിചാരിച്ച പോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം ഒരു ടോപ്പർ ആയിട്ട് നമ്മൾ ഡയറക്ട്ലി ഗൂഗിൾ മീറ്റ് വഴി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു സുഖവും, അതുപോലെ തന്നെ നമ്മൾ ഒരു വട്ടം കൂട്ടിയിരുത്തി പിള്ളേരെ വിളിച്ചിരുത്തിക്കൊണ്ടു പുള്ളിക്കാരനോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം, അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. ആ ഒരു സുഖം ഒരിക്കലും എനിക്ക് തോന്നിയുള്ള ഒരു ഓഫ്ലൈനിൽ കിട്ടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വിചാരിച്ചത് ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് തന്നെ കണ്ടക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും ഓരോ സബ്ജക്റ്റുകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെറും 15 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഒരു 3 അവർ നിങ്ങളുടെ ലൈഫിൽ ഒരു 3 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് SSC പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട്
എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാം, അല്ലെങ്കിൽ കോച്ചിങ് എടുത്ത് പഠിക്കണമെങ്കിൽ കോച്ചിങ് എടുത്ത് പഠിക്കാം, എന്തായിരിക്കണം എൻ്റെ SSC പരീക്ഷയുടെ ഭാവി എന്ന് നിർണ്ണയിക്കാനായിട്ട് ഈ ഒരു വർക്ക്ഷോപ്പിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണെന്നാണ് ഇതിന്റെ ഒരു സത്യം. അപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു വർക്ക്ഷോപ്പ് മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം എല്ലാവരും തന്നെ ഈ ഒരു വർക്ക്ഷോപ്പ് ഓഫ്ലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. നമുക്ക് ഓൺലൈൻ വർക്ക്ഷോപ്പിന്റെ ഒരു സംഭവം ഇവിടെ ഇല്ല, ഓഫ്ലൈൻ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ തമ്പാനൂർ SS കോവിൽ റോഡിൽ അടുത്താണ് നമ്മുടെ സിവിലിയൻസിന്റെ ക്യാമ്പസ് വെച്ചായിരിക്കും ഈ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഒന്നുകൂടെ പറയാം, ഈ ഒരു ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ.